അസ്സലാമു വലിയ പെരുന്നാളിൻ്റെ ആഹ്ലാദങ്ങൾക്കും ബലികർമ്മങ്ങൾക്ക് ശേഷം നമ്മൾ കടന്നു പോകുന്ന വളരെ പുണ്യമേറിയ ചില ദിവസങ്ങളുണ്ട്. കൂട്ടുകാരെ, ദുൽഹജ്ജ് മാസം 11, 12, 13 ദിനങ്ങളെയാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. വിശുദ്ധ മക്കയിൽ ഹാജിമാർ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. ജംറകളിലെ കല്ലെറിയൽ, ഹജ്ജിൻ്റെ വിടവാങ്ങൽ തവാഫ് എന്നിവയെല്ലാം ഈ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ്. മാത്രമല്ല, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കപ്പെടേണ്ട ദിവസങ്ങളാണിവ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളെ അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പണ്ട് കാലങ്ങളിൽ ഫ്രിഡ്ജോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്നപ്പോൾ ഹാജിമാർ പെരുന്നാൾ ദിവസം ബലിയെറുത്ത മാംസം വെയിലത്തിട്ട് ഉണക്കിയിരുന്നത് ഈ ദിവസങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ദിനങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. എത്ര കൗതുകം നിറഞ്ഞ അറിവാണല്ലേ ഇത്! വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ പറഞ്ഞത് ഈ ദിവസങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് ഹാജിമാർ മാത്രമല്ല, നമ്മളും ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുകയും തക്ബീറുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുക. കൂടാതെ ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ഹറാമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇവ ഭക്ഷണത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിനങ്ങളാണ്.